വലിയ ലാഭം ഉണ്ടായിട്ട് ചെയ്യുന്ന കൃഷിയൊന്നും അല്ലെന്നേ. പിന്നെ നമ്മുടെ ഒരു വർഷത്തെ അധ്വാനം അങ്ങനെ നോക്കി കഴിയുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ പറിച്ച് പെറുക്കി ഉണക്കി കടയിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പം വലിയ കാര്യമായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ നാലിലൊന്നും പോലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഒരു സന്തോഷം തരുന്നു, നമ്മുടെ ഒരു വർഷത്തെ വേർപ്പിൻ്റെ ഫലമാണല്ലോ എന്ന് കരുതി മാത്രം നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ. പിന്നെ എന്നാ വെച്ചാൽ എന്താ പറയുക, പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷി തന്നെയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വളങ്ങൾ ഉപയോഗിക്കുന്നത്? വളങ്ങൾ നമ്മൾ പിന്നെ രാസവളങ്ങളൊന്നും പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല. നല്ല ചാണകം, പിന്നെ പച്ചില വളങ്ങൾ, ബയോ കമ്പോസ്റ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും വിദ്യാഭ്യാസം മറ്റും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഈ കൃഷിയുടെ സന്തോഷം നമ്മൾ വേറെ ഏത് ജോലി ചെയ്താലും കിട്ടത്തില്ല. നമുക്ക് ഒന്നാമത്തെ ഒരു കാര്യം, നമുക്കിതൊരു ടൈമിങ്, പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് ഇല്ല. അപ്പം നമ്മളൊരു ഓഫീസ് വർക്ക് ആണെങ്കിൽ 9 to 5 അങ്ങനെ വർക്ക് ചെയ്യേണ്ട, നമുക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യേണ്ട സാഹചര്യം നമുക്ക് ശരിക്കും വരുന്നില്ല. ഇപ്പം എനിക്ക് 4 മണിക്ക് ജോലി ചെയ്യാൻ തോന്നുന്നത് എനിക്ക് 4 മണിക്ക് ചെയ്യാം. ഇപ്പം 10 മണിക്കാണ് തോന്നിയത് 10 മണിക്ക് ചെയ്യാം. എനിക്ക് ഇവിടെ ഒരു ലിമിറ്റ് നമുക്കില്ല. നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ഇതൊക്കെ പറിച്ച് പെറുക്കി കൊടുക്കുമ്പോൾ ഉള്ളൊരു സമാധാന സന്തോഷം, അതൊക്കെ തന്നെയാണ് വലിയ. പിന്നെ ഇതിനകത്തോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമൊന്നും ഒരു ഓഫീസ് വർക്കിന് നല്ല നമ്മുടെ ഒരു ബോസിൻ്റെ തെറി കേൾക്കുമ്പോൾ കിട്ടത്തില്ലല്ലോ തന്നെ. കൃഷിയോട് ഇന്നത്തെ തലമുറയ്ക്ക് പൊതുവെ ഒരു വിരക്തി ഉള്ളതാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? ഇപ്പോൾ പുതിയ തലമുറയോട് ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞാലൊന്നും അവരൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, അവരെ കേൾക്കാനും പോകുന്നില്ല, പിന്നെ ഈ പ്രോഗ്രാം ആരും കാണാനും പോകുന്നില്ല. അപ്പം അവർക്കിപ്പോൾ രാവിലെ എന്താ പറയുക, അവർ രാവിലെ 4 മണിക്ക് എണീറ്റ് അവരുടെ മുടി ഒക്കെ റെഡിയാക്കാൻ നോക്കും. പിന്നെ അത് ശരിയായില്ലെങ്കിൽ തുപ്പലം തൊട്ട് വരെ ഇപ്പോൾ ഓരോരുത്തരും മുടി ശരിയാക്കും. ആ കാലത്ത് നമ്മൾ അവരോട് മണ്ണിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ അവരാ മണ്ണ് വരെ നമ്മുടെ മുഖത്തറിയും. നമ്മൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇരിക്കുന്നു. ഇടുക്കിയിലെ ഒരു കുരുമുളക് തോട്ടത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. ക്യാമറമാൻ കുറ്റിപ്പുറം സാജനോടൊപ്പം വടുതല വത്സല. കഴിഞ്ഞോ? പിന്നെ മേങ്ങാത്തൊലി തന്റെ ചോറ് തരില്ലെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഈ കോപ്പിലെ പണിക്കിറങ്ങി. ഞാൻ കോപ്പല്ല ചെയ്യുന്നേ.